ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പം ഞാൻ മോളെയും കൊണ്ട് പോവാണ്. 7 മണിക്കാണ് ഞായറാഴ്ച മദ്രസ്, സെക്കൻഡ് സാറ്റർഡേയും 7 മണിക്കാണ്. അപ്പോൾ മദ്രസ് വിട്ടിട്ട് നേരെ ഉപ്പാൻ്റെ ഷോപ്പിലേക്ക് വരണമെന്ന് ഉപ്പ ഇന്നലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ മോളെ മദ്രസയിൽ വിട്ടതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഓളെ കൂട്ടാൻ പോയ ടൈമിലാണ്. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഓളെയും കുട്ടി നമ്മൾ നേരെ പോയത് ഉപ്പാൻ്റെ ഷോപ്പിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഷോപ്പ് ഏകദേശം പണിയൊക്കെ തീർന്ന് അടക്കാറായിട്ടുണ്ടായിരുന്നു. ആ കറക്റ്റ് ടൈമായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായത്. ഒരു കടി മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. പോയപാട് തന്നെ ഇപ്പോൾ നമുക്ക് 3 ആൾക്കും ഓരോ ബൂസ്റ്റ് ആക്കി തന്നെ. ഇന്നലെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവരെ കൂട്ടിയിട്ട് പോയത്. സത്യം പറഞ്ഞാൽ ഇവനെയും കൂട്ടിയിട്ട് പോകുക ഇച്ചിരി ടാസ്ക് ഉണ്ട്. കാരണം റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് ആളെ കൈ വിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഓടും. ഇപ്പോൾ ഷോപ്പിൽ നിന്ന് പണിയൊക്കെ തീർത്തുകൊണ്ട് തന്നെ നമ്മളെ കൂടെ തന്നെ വന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ അയങ്ങാടി പോവാണ് ഉപ്പാരുടെ അടുത്തേക്ക്. അപ്പം ഞാൻ പോണത് എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്കാണ്. ഞാനും മോളും മോനും കൂടെയാണ് പോണത്. അപ്പോൾ ഒരു സാധനം വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ നേരെ ഉപ്പാൻ്റെ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ ആൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്പിലേക്ക് വരണം എന്നുള്ളത്. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഇവനെ ഇവിടെ ആക്കിയിട്ടായിരുന്നു എനിക്ക് സാധനം വാങ്ങാനുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഫോൺ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഉപ്പ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, ആൾ ഇറങ്ങി പോവാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് മോളെയും മോനെയും കൂട്ടിയിട്ട് മാടായിപ്പാറയിലേക്ക് പോയി. മോൾക്ക് ഭയങ്കര നിർബന്ധം ഇങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ റാജിക്കാനോട് ചോദിച്ചപ്പോൾ റാജിക്കാരനെ പൊയ്ക്കോ, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് എവിടെയും പോകുന്നത് ഇഷ്ടമല്ല. ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ റാജിക്കാക്ക് അയച്ചു കൊടുത്തിട്ടാണ് പോക്ക്. മക്കളെയും കൂട്ടിയിട്ടേ പോവൂ. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും ഒരാൾ എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റാസിക്ക ഓള് ചൊടിച്ച് നിന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം റാസിക്ക പറഞ്ഞു പൊയ്ക്കോ, പ്രശ്നമില്ല, ഞാൻ അവിടെ നിന്ന് വിളിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് സമയം അവരോട് അവിടെ ഇരുന്നു. ഒരു 5-10 മിനിറ്റ് മാത്രമേ ഇരുന്നിട്ടില്ലൂ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കുറേ സമയം ഇരുന്ന് നമുക്ക് ആരെങ്കിലും ഒപ്പം ഉണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് അടിപൊളിയായിട്ടിരുന്ന സമാധാനത്തിൽ ഒരു റിലാക്സ് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ അവിടെ കുറച്ച് സമയം മാത്രമേ ഇരുന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ നമ്മളെ റിലേറ്റീവ്സിനെയും കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ആള് ബിസി ആയിരുന്നു തോന്നുന്നു. കോളിലായിരുന്നു ഉണ്ടായത്. ഞാനും കോളിലാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് ലാസ്റ്റ് വരാനാകുന്ന സമയത്ത് അവരോട് സംസാരിച്ചിട്ട് വരാണ് ചെയ്തത്. അപ്പം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മക്കൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ പാർക്കിലൊക്കെ ഭയങ്കര ഇഷ്ടം. എല്ലാ മക്കൾക്കും ഇതുപോലെ തന്നെയല്ലോ. അപ്പോൾ ഇവർക്ക് എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തിയാലും ഓരോ ഹാപ്പിയാണ്. അവർ രണ്ടാളും ഓടിക്കളിച്ച് അങ്ങനെ അങ്ങ് പോയിക്കോളും. അപ്പോൾ പിന്നെ കുറച്ച് സമയം മാത്രം ഇരുന്നുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു നമുക്ക് തിരിച്ച് പോവാം, ഇനി കുറേ ടൈം അവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ച് പോവലായി. പോകുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും സാധനം ഓൾ എവിടുന്നെങ്കിലും ഒപ്പിച്ച് വരും. പിന്നെ നമ്മൾ നേരെ ബർഗർ വാങ്ങാൻ വേണ്ടി കയറി. ഫ്രൈഡർ എക്സ്പ്രസ് എന്ന് ബർഗറും വാങ്ങിയിട്ട് നേരെ നമ്മൾ വീട്ടിൽ വന്ന് ചായ ഉണ്ടാക്കി കുടിച്ച്. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശക്കുന്ന പറയും. ടൗണിലെത്തിക്കഴിഞ്ഞാൽ തിന്നാൻ വേണ്ടി പറയുന്നതല്ല, വെറുതെ അവിടെ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങാം, അങ്ങനത്തെ മൈൻഡിലാണ് കുട്ടികൾ പറയൽ. അപ്പോൾ പിന്നെ ഞാനൊരു ബർഗറൊക്കെ വാങ്ങി വന്ന് വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ഫ്രൂട്ട്സ്, അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. മോനിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവനിങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൂടുതലും ഈ ചോറ് കഞ്ഞി കുടിക്കുന്നതിനും ഓനിങ്ങനെ കക്കിരി, ക്യാരറ്റ് അതിനോടൊക്കെയാണോ എനിക്കിഷ്ടം. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. പിന്നെ ഉമ്മ ഉണ്ടായിട്ടില്ല ഈ ഒരു ടൈമിൽ. ഉമ്മാൻ്റെ ഒരു റിലേറ്റീവ്സിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് മഗ്‌രിബിന് മുന്നേ തന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി വെക്കണം. കാരണം മഗ്‌രിബിന് ശേഷം ഒന്നും ടൈം കിട്ടൂല. ആളുടെ കൂടെ എന്തായാലും ഇരിക്കണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാനെല്ലാം സെറ്റാക്കി വെക്കും. ആദ്യമൊക്കെ നമ്മൾ ചപ്പാത്തി മഗ്‌രിബിന് ശേഷം നമ്മൾ തിന്നുന്ന സമയത്തായിരുന്നു ചുട്ടുവെക്കലുണ്ടായത്. അപ്പം ഇപ്പം എനിക്ക് ആവൂല. അതുമാത്രമല്ല ഇന്ന് മോൻ ഉറങ്ങിയിട്ടുണ്ടായിട്ടില്ല പകൽ. അപ്പോൾ പിന്നെ എന്തായാലും ആൾ നേരത്തെ ഉറങ്ങും. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഫുഡ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. ഇന്നലെയും അതുപോലെ തന്നെ നേരത്തെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചൂടോടെ കഴിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് കുറച്ച് തണിഞ്ഞ് പോകുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പണി എളുപ്പം അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഞാൻ എന്താക്കി വേഗം തന്നെ എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയതിന് ശേഷം ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കണം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലും കയറ്റി വെക്കണം. കാരണം ഇത് നമ്മൾക്ക് ഇനി സ്കൂളിലേക്ക് വേണമല്ലോ, സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഐറ്റംസ് ഒക്കെ ആണ് ഇതൊക്കെ. അതൊക്കെ നമ്മൾ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ ഗ്രോ ബാഗിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുമായിരുന്നു. അപ്പം ഫ്രിഡ്ജിൽ നമ്മൾ എന്തെങ്കിലും നോർമലി എന്തെങ്കിലും മാങ്ങയൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ
വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഓർമ്മ ഉണ്ടാവില്ല. അധിക സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച സാധനം എടുക്കാൻ വേണ്ടി മറക്കും. അപ്പോൾ അത് പിന്നെ നല്ലോണം ചീത്തയായതിന് ശേഷമായിരിക്കും എടുത്ത് കളയൽ, ഓർമ്മ കിട്ടുകയും ചെയ്യില്ല. അധിക സാധനം ഫുഡ് ഐറ്റംസ് ആയാലും നമ്മളിപ്പോൾ നാളെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ അത് നാളെ എന്തായാലും എടുക്കില്ല, മറന്നു പോവും. ഞാൻ എന്നിട്ട് ഉമ്മാനോട് പറയല, നമ്മളിപ്പോൾ ഒരു സാധനം ബാക്കിയുണ്ടെങ്കിൽ അത് നാളെ എടുക്കാൻ പറഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുന്നത് നമ്മൾ പിറ്റേന്ന് അന്നേരം എടുത്ത് കളയാനില്ല മടി കാരണം പിറ്റേന്ന് എടുത്ത് കളയാനില്ല ഉദ്ദേശം കൊണ്ടായിരിക്കും എന്ന് ഞാനിങ്ങനെ പറയും. കാരണം എന്തായാലും എടുക്കാൻ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ചാടാൻ മടിയില്ലോണ്ട് നമുക്ക് നാളെ ചാടാം, ഒരു ദിവസം പഴകിയിട്ട് ചാടാന്നുള്ള ഒരു മൈൻഡിലാണ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നതെന്ന് ഞാൻ ഉമ്മാനോട് പറയലുണ്ട്. അപ്പം അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ. അധിക വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓരോ സാധനങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കേണ്ട കാര്യം ഓർമ്മയേ ഉണ്ടാവില്ല. പിന്നെ കുറേ പാത്രങ്ങൾ സ്ഥലം ഇല്ലാത്ത സമയത്തായിരിക്കും ഓരോ സാധനങ്ങളും എടുത്തിട്ട് കളയുന്നുണ്ടാവല്. അധികം ഓരോ കുറച്ച് ബാക്കി വന്ന സാധനങ്ങൾ അപ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇത് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ കുറേ സാധനം പിറ്റേന്ന് എടുക്കാമെന്ന് വിചാരിച്ചാൽ അതെടുക്കാൻ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ചുടേണ്ട പരിപാടിയാണ്. ഇവിടുന്നാണ് ആക്ച്വലി മഗ്‌രിബിന് ശേഷം ഫുഡ് ഉണ്ടാക്കൽ. എൻ്റെ ഉമ്മ പറയുമ്പോൾ മഗ്‌രിബിന് മുമ്പേ തന്നെ ഉമ്മക്ക് ഫുഡ് റെഡി ആയിട്ട് കിച്ചൺ ക്ലോസ് ആക്കണം, അങ്ങനത്തെ ഒരു മൈൻഡാണ് ഉമ്മക്ക്. ഉമ്മ പറയും വേഗം മഗ്‌രിബിന് മുമ്പേ ഫുഡാക്കി കഴിഞ്ഞാൽ സമാധാനമാണ്. ഇവിടെ നമ്മൾ വിചാരിക്കൽ ചൂടോടെ തിന്നണമെന്നില്ല. ദോശയിലാണെങ്കിലും ഉമ്മ നേരത്തെ ചുട്ടു വെക്കും. പത്തലും ഞാൻ വേഗം ചുട്ടു വെക്കും. പിന്നെ ഈ ചപ്പാത്തിയൊക്കെ ചൂടോടെ കഴിക്കണം എന്നില്ല മൈൻഡുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കും, ഒരു മഗ്‌രിബൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചുടാൻ തന്നെ തുടങ്ങില്ല. അപ്പോൾ പിന്നെ കുറേ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ രാവിലെ കുട്ടിയൊക്കെ എണീക്കൊണ്ടോണ്ട് തന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെ എൻ്റെ ഒരു ഇങ്ങനെ ഇറങ്ങിയത് നേരത്തെ ഫുഡ് ഉണ്ടാക്കണമെന്ന്. എൻ്റെ ഉമ്മ പറയും നേരത്തെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സമാധാനമായില്ലേ, നമുക്ക് പിന്നെ ഫുഡ് കഴിച്ച് പാത്രം കഴുകില്ല കഴിഞ്ഞാൽ പിന്നെ വേഗം കിടക്കാമല്ലോ. രാത്രി ആകുമ്പോൾ റൂമിൽ കയറാൻ എന്തോ ഒരു ഇഷ്ടമാണെന്നറിയോ, ഒന്ന് വേഗം ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്നുള്ള മൈൻഡായിരിക്കും. പിന്നെ കിടന്നു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെ എന്തൊക്കെയോ പ്ലാനും കൊണ്ട് കിടക്കുമായിരുന്നു ഞാൻ. ഫോണൊക്കെ കുറേ സമയം നോക്കണമെന്ന് സത്യം പറഞ്ഞാൽ ആവില്ല. ഫോണവിടെ ഞാൻ നോക്കുന്ന സമയത്ത് രണ്ടാൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് എൻ്റെ ഫോൺ നോക്കും. അപ്പോൾ പിന്നെ അവർ ഉറക്ക് പോവല്ലോ. അപ്പം ഞാൻ എന്താക്കും, ഫോൺ എടുത്തിട്ട് ജനലിൻ്റെ മുകളിൽ അവിടെ പാട്ടും വെച്ചിട്ട് വെക്കും. അപ്പോൾ അവർ ഉറങ്ങുന്ന ആ സമയം കൊണ്ട് ഞാൻ ഉറങ്ങിക്കോളും. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇന്നലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഫുഡ് കഴിക്കാനൊക്കെ ലേറ്റായി. ശരിക്കും പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ്. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. ഇന്നലെ പിന്നെ ഞാൻ മോൻ ഉറങ്ങാൻ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ റൂമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ഉമ്മ ഡോറ് മുട്ടിയതിന് ശേഷമാണ് ഞാൻ എണീറ്റിട്ടുണ്ടായത്. എൻ്റെ ചപ്പാത്തിൻ്റെ കോലം നോക്കരുത്, അത് ശരിക്കില്ല ആ ഒരു റൗണ്ടിൽ തന്നെ എനിക്ക് കിട്ടലില്ല. ചില സമയങ്ങളിൽ പല ഷേപ്പിലായിരിക്കും ഉണ്ടാവല്. അപ്പം അതൊരു ചില സമയത്ത് ഇങ്ങനെ എങ്ങനെയായാലും തിന്നാൽ പോരെന്നുള്ള മൈൻഡ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ആ ഒരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ ആയിരിക്കും. പക്ഷേ നല്ല നീറ്റിൽ തന്നെ നല്ല സർക്കിൾ തന്നെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടണം എന്നില്ല ആ ഒരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല വൃത്തിക്ക് തന്നെ ആവട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി ഉപ്പാക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഉമ്മ ഈ ഒരു ടൈമിലായിരുന്നു വന്നിട്ടുണ്ടായത്. ഉമ്മ പോയി വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ പരിപാടികളൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയി എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഓൾ.